നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കാൻ പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കൻ സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. സർ, നിലമ്പൂരിലെ എല്ലാ കണ്ണുകളും അൻവറിലേക്കാണ്. ഇനി എന്താണ് സംഭവിക്കുക? ഇപ്പോൾ നിലമ്പൂരിൽ PV അൻവറാണ് കേന്ദ്ര കഥാപാത്രം. എല്ലാ കണ്ണുകളും ഇപ്പോൾ അൻവറിന് നേർക്കാണ്. അൻവർ പറയുന്നതനുസരിച്ച് അൻവറിനെ UDF അംഗമാക്കുന്നില്ല, അൻവറിനെ അസോസിയേറ്റ് മെമ്പർ പോലും ആക്കുന്നില്ല, അൻവറിനോട് വാക്കുവ്യത്യാസം കാണിച്ചിരിക്കുന്നു എന്നാണ്. അതേസമയം തന്നെ അൻവറിനോട് കോൺഗ്രസ് നേതാക്കൾ, പ്രത്യേകിച്ച് VD സതീശൻ പറഞ്ഞതായി അൻവർ തന്നെ പറയുന്നത്, അൻവറിൻ്റെ നിലപാട് നോക്കിയ ശേഷം അൻവറിനെ UDF എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ട് അൻവറിന് കാത്തിരുന്നുകൂടാ? ഇത്രയും CPM കൂടെ നിന്ന് 9 വർഷം CPM കൂടെ നിന്നിട്ട് CPM തള്ളിപ്പറഞ്ഞ് ഇപ്പോൾ UDF ചേരാൻ വന്നിരിക്കുന്ന അൻവറിൻ്റെ നിലപാട് തീർച്ചയായിട്ടും അറിയണമല്ലോ. അൻവറിന് UDF വിശ്വാസമുണ്ടെങ്കിൽ അൻവർ അത് തെളിയിക്കണം. ഈ സ്ഥാനാർത്ഥിയോടുള്ള അൻവറിൻ്റെ സമീപനം എന്ത്? ഈ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് അൻവർ പ്രചാരണം നടത്തുമോ? ഇതൊക്കെ അറിയാതെ അൻവറിനെ UDF എടുത്തു വെച്ചാൽ ഈ ഇലക്ഷൻ പ്രചാരണ സമയത്ത് അൻവർ ഈ സ്ഥാനാർത്ഥിക്കെതിരായിട്ടാണ് നീങ്ങുന്നതെങ്കിൽ പിന്നെ UDF എടുത്തു വെച്ചാൽ കോൺഗ്രസ്സുകാർ മണ്ടന്മാരാവില്ലേ? അതുകൊണ്ട് അൻവർ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഞാൻ കാണുന്നില്ല. കോൺഗ്രസ് എടുത്ത നിലപാട് വളരെ ശരിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അൻവർ കാത്തിരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അൻവർ UDF തന്നെ നിൽക്കുകയും ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വോട്ട് ചോദിക്കും എന്നാണ് താങ്കൾ ഇന്നലെ പറഞ്ഞത്. ഇന്നത്തെ സംഭവ വികാസങ്ങളെ താങ്കൾ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി വോട്ട് ചോദിക്കുമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അൻവറിന് പോകാൻ വേറൊരു വഴിയുമില്ല. അൻവറിനെ സംബന്ധിച്ച് അൻവർ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് അൻവറിന് ജയിക്കാൻ പറ്റില്ല. അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ അൻവറിന് ഈ രാഷ്ട്രീയത്തിൽ ഒന്നുമല്ലാതായി പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നു, അൻവർ അന്തിമമായിട്ട് UDF കൂടെ തന്നെ നിൽക്കും. അൻവറിന് വേറെ വഴിയില്ല. പക്ഷേ ഇതൊക്കെ അതിന് മുമ്പ് നടക്കുന്ന നാടകങ്ങൾ മാത്രമാണ് എന്ന് കണ്ടാൽ മതി. രാഷ്ട്രീയത്തിൽ പല നാടകങ്ങളും നടന്നതിന് ശേഷമാണ് അന്തിമ നാടകത്തിലേക്ക് നമ്മൾ നീങ്ങുക, അല്ല അന്തിമ രംഗത്തിലേക്ക് നീങ്ങുക. അങ്ങനെ മാത്രം ഇതിനെ കണ്ടാൽ മതി. ഇനി തൻ്റെ പ്രതീക്ഷ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനായിട്ടൊരു ചർച്ച ചെയ്തതിന് ശേഷം അതിനൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അൻവർ പറയുന്നത്. അതിനെങ്ങനെയാണ് താങ്കൾ നോക്കി കാണുന്നത്? അൻവറിൻ്റെ അടുത്ത പ്രതീക്ഷ ഇനി KC വേണുഗോപാലാണ്. AICC ജനറൽ സെക്രട്ടറിയാണ്, ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. KC വേണുഗോപാൽ ഒരു തീരുമാനം എടുത്താൽ തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അംഗീകരിക്കേണ്ടി വരും. പക്ഷേ അൻവറിന് KC വേണുഗോപാലിൻ്റെ അടുത്ത് ഇതൊക്കെ ചോദിക്കുന്നതിന് മുമ്പ് അൻവർ KC വേണുഗോപാലിനോട് മാപ്പ് ചോദിക്കേണ്ടതുണ്ട്. കാരണം ഇടത് മുന്നണി സർക്കാരിനെതിരായിട്ട് അൻവർ നടത്തിയ ആദ്യത്തെ പത്രസമ്മേളനത്തിൽ അതിനൊപ്പം തന്നെ അൻവർ അടിച്ചത് UDF നേതാക്കൾക്കും KC വേണുഗോപാലിനെതിരാണ്. അന്ന് അൻവർ നടത്തിയ ആക്രമണം KC വേണുഗോപാലിനു കൂടി എതിരായിട്ടായിരുന്നു. അന്നത്തെ പത്രസമ്മേളനം ഇപ്പോൾ എല്ലാവരും മറന്നുപോയി കാണും. അന്നത്തെ ആ പത്രസമ്മേളനം ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും അൻവർ അന്നെടുത്ത നിലപാട് എന്തായിരുന്നു. അൻവർ എന്താണ് KC വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞത്, അൻവർ എന്താണ് സോളാർ കേസിനെ കുറിച്ച് പറഞ്ഞത്. അതിനൊക്കെ ഒരു മാപ്പ് പറഞ്ഞിട്ട് വേണ്ടി വരും അൻവർ KC വേണുഗോപാലിനെ കാണാനായിട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ KC വേണുഗോപാൽ അൻവറിനെ UDF എടുക്കണമെന്ന് സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് അംഗീകരിക്കും. അതൊക്കെ ഹൈക്കമാൻഡിൻ്റെ തീരുമാനം മാത്രമാണ്. അതുകൊണ്ട് അതിൻ്റെ തീരുമാനം എന്താണ് അന്തിമമെന്ന് പറയാൻ ഞാൻ ആളല്ല. പക്ഷേ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞവരെ ആവർത്തിക്കുന്നു, അന്തിമമായിട്ട് അൻവർ UDF തന്നെ ഉണ്ടാവും. കാരണം അൻവറിന് വേറെ വഴിയില്ല. അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടൊന്നും നിലമ്പൂരിൽ നിസ്സരിച്ച് എവിടെ എത്താൻ പോകുന്നില്ല എന്നുള്ളതാണ് സത്യം. അൻവറിനെ ഒരു കാരണവശാലും UDF അടുപ്പിക്കില്ല എന്നാണ് VD സതീശൻ പറയുന്നത്. അൻവർ ഇല്ലാതെ UDF സ്ഥാനാർത്ഥി തോറ്റാലോ? അൻവറിനെ UDF എടുപ്പിക്കില്ല എന്നുള്ള കടുത്ത നിലപാട് VD സതീശൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അൻവർ VD സതീശനെതിരായിട്ട് നിയമസഭയിൽ ഉന്നയിച്ച ആരോപണത്തെക്കുറിച്ച് കൂടി ഇപ്പം നമ്മൾ ഓർക്കണം. ഒരടിസ്ഥാനവുമില്ലാത്ത, അൻവർ തന്നെ പിന്നീട് തന്നെ കൊണ്ട് പറയിച്ചതാണ് എന്ന് പറഞ്ഞ ആരോപണം, അത്ര കടുത്ത ആരോപണങ്ങൾ, ഒരടിസ്ഥാനവുമില്ലാത്ത, ഇങ്ങനെ അതായത് തനിക്ക് തന്നെ ഉത്തമ ബോധ്യമില്ലാത്ത, വിശ്വാസമില്ലാത്തൊരു കാര്യം പാർട്ടി പറഞ്ഞു എന്നല്ല, പാർട്ടിയിലെ ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞ് ഞാൻ നിയമസഭയിൽ ഉന്നയിച്ചു എന്നൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ അൻവറിനെ VD സതീശൻ എങ്ങനെ കണ്ണുടച്ച് വിശ്വസിക്കുന്നത്? അതുകൊണ്ട് VD സതീശൻ അൻവറിനെ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. അത് VD സതീശൻ മാത്രമല്ല, കോൺഗ്രസ് കൂട്ടായിട്ടാണ് തീരുമാനം എടുക്കുന്നത്. VD സതീശൻ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വമോ അൻവറിനെ എടുക്കാനായിട്ട് തയ്യാറാകണമെങ്കിൽ അൻവർ അതിനനുസൃതമായിട്ട് പാകപ്പെടണം. അങ്ങനെ ഒടുവിൽ അൻവർ UDF വന്നാൽ തന്നെ അൻവർ ആത്മാർത്ഥമായിട്ട് UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാനും ക്യാമ്പയിൻ ചെയ്യാനും തയ്യാറായി വരണം. അത്തരം ഒരു മാറ്റം അൻവറിന് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയായിരിക്കും ഒരു പക്ഷേ കോൺഗ്രസ് നേതൃത്വം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അൻവറിനെ UDF എടുത്താൽ തീരാന്നുള്ള പ്രശ്നങ്ങളല്ലേ ശരിക്കും ഉള്ളത്? തീർച്ചയായിട്ടും
ഇന്ന് കെ സി വേണുഗോപാലിനെ കാണുന്നു എന്ന് പറയുന്നു. കെ സി വേണുഗോപാലുമായിട്ടുള്ള ചർച്ചയിൽ അൻവർ UDF-ലേക്ക് ചേരാനായിട്ടുള്ള സാഹചര്യം ഒരുങ്ങിയെന്ന് കരുതുക, ഒക്കെ നല്ല കാര്യം, അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം, അൻവർ ഇല്ല, അല്ലെ അൻവർ മത്സരിക്കും എന്ന് പേടിച്ചിട്ട് കോൺഗ്രസ് അൻവറിനെ ഇങ്ങോട്ട് വിളിച്ച് UDF ചേർത്ത് ഇലക്ഷൻ ജയിക്കുന്നത് എനിക്കൊന്ന് കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ഗതികേടില്ല. നിലമ്പൂർ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, അൻവറില്ലാതെ നിലമ്പൂരിലെ ഇലക്ഷനിൽ കോൺഗ്രസ് തോറ്റാലും അന്തസ്സായ തോൽവിയായിരിക്കും. കാരണം അന്തിമമായിട്ടുള്ള നിലമ്പൂർ ഇലക്ഷൻ അല്ല, അന്തിമമായിട്ടുള്ളത് നിയമസഭാ ഇലക്ഷനാണ്. നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിന് അന്തസ്സായിട്ട് മത്സരിക്കണമെങ്കിൽ, നിയമസഭാ ഇലക്ഷനിൽ ജനങ്ങൾക്ക് കോൺഗ്രസിനെ കുറിച്ച് മതിപ്പ് തോന്നണമെങ്കിൽ ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാടിൽ കോൺഗ്രസ് ഉറച്ചു നിൽക്കുകയും തോൽക്കുന്നെങ്കിൽ അന്തസ്സായി തോൽക്കാനുള്ള മനസ്സ് കാണിക്കുകയും ചെയ്യണം. കാരണം എല്ലാ തെരഞ്ഞെടുപ്പും ജയിക്കണമെന്നൊന്നും വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അന്തസ്സായ തോൽവിയും പാർട്ടിക്ക് ചിലപ്പോൾ ആവശ്യമാണ്. അത് പാർട്ടിയുടെ നിലപാടും ജനങ്ങൾക്ക് പാർട്ടിയിലുള്ള ജനസമ്മതിയും ഉയർത്തും എന്ന കാര്യവും കൂടി കോൺഗ്രസ് നേതൃത്വം ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.